ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ എളുപ്പം വീട്ടിൽ എപ്പോഴും ഉണ്ടാകും. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫ്രഞ്ച് ഫ്രൈസ് ആണ്. എന്നാൽ ഫ്രഞ്ച് ഫ്രൈസ് നമ്മുടെ പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈസ് അല്ല കേട്ടോ. നമ്മളിന്ന് റവ ഫ്രൈസ് ആണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. വെറുതെ കുറച്ചുകൊണ്ടിരിക്കാൻ നല്ല കറുമുറ ക്രിസ്പി റവ ഫ്രൈസ് ആണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. 10 മിനിറ്റും വേണ്ട. റവ കയ്യിലുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, റവ മാത്രം മതി. പൊരിച്ചെടുക്കാൻ കുറച്ച് ഓയിലും, വേറെ ഒരു ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമില്ല. അപ്പൊ എങ്ങനെയാ നോക്കാം. ഇതാ നമ്മുടെ റവ കൊണ്ട് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. കുറച്ച് അടികട്ടിയുള്ള ഒരു ഫ്രൈ പാൻ ആയാലും മതി വെച്ചിട്ടുണ്ട്. ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ആക്കിണ്ട്. ഞാൻ ഇതിലേക്ക് ഇതാ 1 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുകയാണേ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 1/2 ടീസ്പൂണ് 3/4 ടീസ്പൂണിൻ്റെ ഇട്ടെടുത്തുണ്ട്. ഇതാ വെള്ളം ചൂടായി വരുന്നുണ്ട്. തിളക്കിയൊന്നും വേണ്ട, അധികം ചൂടായാച്ചാൽ മതി. ആ സമയത്ത് നമ്മൾ വെള്ളം എടുത്ത് അതേ കപ്പ് തന്നെ ഞാൻ ഇതാ 1 കപ്പ് റവ, ഏത് കപ്പിലാണോ വെള്ളം എടുത്ത് അതേ കപ്പ് തന്നെ റവയും രണ്ടും ഈക്വലാണ് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ നമ്മൾ പത്തിരിയൊക്കെ കുഴയ്ക്കൂലേ, അതുപോലെ നന്നായി ഇളക്കി വെള്ളമൊക്കെ അതാ വേവുന്നതിനനുസരിച്ച് വെള്ളം ഇതിലേക്ക് കുടിച്ച് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ നല്ല കുഴഞ്ഞ് വരട്ടെ. എന്നിട്ട് ഈ പാത്രത്തിൽ നിന്ന് വിടുന്ന രൂപത്തിലായിക്കിട്ടാണ് കേട്ടോ. അതുവരെ നമുക്ക് ഇതാക്കി പെട്ടെന്ന് എടുക്കും. ഒരു 2 മിനിറ്റ്. റവ അല്ലേ, വെള്ളം പെട്ടെന്ന് കുടിച്ചോളും. ഇതാ കണ്ടോ, ഈ നന്നായിട്ട് ഇതുപോലെ കിട്ടിയിട്ട് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് അടച്ച് വെക്കുകയാണെ. ഒരു 20 സെക്കൻഡ് തീ ഓപ്പൺ ചെയ്യാം. ഇതാ ഇനി നമുക്കിത് തുറന്നിട്ട് നമുക്ക് ഒരു സ്റ്റീലിന്റെ തട്ടിലേക്കോ ഇതിലേക്ക് നമുക്ക് മാറ്റട്ടോ. ചൂടോടെ തന്നെ മാറ്റണേ. ഇതാ ഇതുപോലെ ഞാനൊരു പാത്രത്തിലേക്ക് വലുപ്പമുള്ള ഇതുണ്ടോ ഞാൻ അപ്പൊ നമുക്ക് കുഴയ്ക്കാൻ ഈസി ആയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക്, സ്റ്റീലിന്റെ പ്ലേറ്റിലേക്ക് ഇട്ടാണ്. ഇനി നമ്മൾ ഈ ചൂടോടെ തന്നെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ റവ അല്ലേ ഒന്ന് സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കണം. ഒരു ഇത്തിരി ഓയിലും കൂട്ടിയിട്ട് കുഴക്കുക കേട്ടോ. സ്പൂൺ കൊണ്ട് വേണേ ഒന്നാക്കിയാൽ മതി. എല്ലാം 1 മിനിറ്റൊക്കെ വെക്കാം. ഇതാ ഞാൻ ഇത്തിരി ഓയില്, 1 ടീസ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. ഇത് നന്നായിട്ട് നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ ചപ്പാത്തിപ്പൊടിയൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി മാറ്റട്ടെ. ഇതാ കണ്ടോ, ഈ ഒരു രൂപത്തിൽ കുഴച്ച് ഞാൻ ആക്കിയിണ്ടേ. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോളർ ഉപയോഗിച്ച് പരത്തിയെടുക്കണം. ഇതാ ഞാൻ ഇങ്ങനെ പരത്തുന്നുണ്ട്. ഷേപ്പൊന്നും പ്രശ്നമല്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതാ ഇതുപോലെ പരത്തിയുണ്ട്. എല്ലാ ഭാഗവും ഒരേ കട്ടിയിൽ പരത്തണേ. ഇനി നമുക്കിത് ഫ്രൈസിന്റെ രൂപത്തിൽ, ഫ്രഞ്ച് ഫ്രൈസിന്റെ രൂപത്തിൽ കട്ട് ചെയ്യാം. നിങ്ങൾക്ക് നമ്മളൊക്കെ നുറുക്കുന്നോ ഫ്രൈസ് എന്ത് വേണമെങ്കിലും വിളിക്കട്ടോ. സൈഡ് ഇത്തിരി വെണ്ട് റോണായത് ഞാനൊന്ന് മാറ്റിയിണ്ടേ. ഇനി നമുക്കിതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കേ. ഓരോ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്യും. ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു നീളമുള്ള സ്ട്രിപ്പ് ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കേ. എന്നിട്ട് ഇത് ഇപ്പം സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് കട്ടും ചെയ്യും. ഇത് കണ്ടോ, നമ്മളെ കറക്റ്റ് 2 ഫ്രൈസ് കിട്ടി. ഇതുപോലെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കേ. ഇതിൽ നിങ്ങൾക്ക് കുഴയ്ക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ എള്ളോ അല്ലെങ്കിൽ കരിജീരകോ ജീരകോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് കൂട്ടുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ലേ, ഉപ്പ് മാത്രം ചേർത്തിട്ടേ ഉള്ളൂ. ഇതാ ഞാനത് ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടോ. ഇത് കണ്ടോ, നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് പോലെ തന്നെ ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കൈ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ ഇല്ലെങ്കിൽ ചെറിയ പീസ് എടുത്ത് കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിടൂല നമ്മൾ, ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ കയ്യിൽ, അതുപോലെ ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇതാകുമ്പോൾ നമ്മൾ ആ കറക്റ്റ് ഫ്രൈസിന്റെ രൂപത്തിലേക്ക് കിട്ടും. അപ്പൊ ഇനി ഇത് നമുക്ക് നല്ല ചൂടായ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്, ഇത് കാരണം ഓൾറെഡി വെന്തതാ, ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതി. അതിന് ഹൈ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മുങ്ങി പൊരിച്ചെടുക്കാം. ഇതാ ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ട് നന്നായിട്ട് ഓയിൽ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കണം കേട്ടോ. നല്ലോണം ചൂടാണ്. ആ ചൂടിലേക്ക് വേണം ഇതിടാൻ, അല്ലേ അത് പൊട്ടിപ്പോവും. ഇനി ഇതിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ നമ്മൾ ഫ്രൈസ് ഒക്കെ സൂക്ഷിക്കും പോലെ ഇതേപോലെ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് ആവശ്യത്തിന് മാത്രം പൊരിച്ചാൽ മതി. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റിയൊരു ഫ്രൈസ് ആട്ടോ. ഇതാ
നമ്മളെ എണ്ണ നന്നായി ചൂടായിണ്ട്. ഇനി ഇതാ ഞാനൊരു എന്താ പറയാ നമ്മള് കോരുന്നെ അതിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈസി അല്ലേ ഇടാൻ, ഓരോന്നോരോന്ന് ഇടുന്നേക്കും നല്ലത്. അപ്പൊ ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇതാ കണ്ടോ, ഇതുപോലെ ഒന്നുകൂടി ഒന്നായിക്കോട്ടെ കേട്ടോ. ചെറിയൊരു കളർ കൂടി മാറിയാൽ മതി. കറക്റ്റ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയാണ് അതുപോലെ ഇതാ പൊരിഞ്ഞു വന്നിട്ട് കണ്ടില്ലേ. ഇതാ ഇതുപോലെ ആയാൽ മതി. ഇത് ഇനി നമുക്കൊരു പൊട്ടപാത്രത്തിലേക്ക് ഒരു സ്റ്റെയിനറിലേക്ക് കോരിയിടാം കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളി ഫ്രൈസ് ഇവിടെ റെഡി ആയിണ്ടേ. കുറച്ചുകൂടി അതുകൂടി ഞാൻ ഇട്ട് കൊടുക്കട്ടെ. ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ ആവട്ടോ. നമ്മളെ തീന്റെ അനുസരിച്ച് ഉണ്ടാവും. ഞാൻ ബാക്കിയോട് ഇട്ട് കൊടുക്കട്ടെ. അപ്പൊ ഇതാ നമ്മുടെ ഫ്രൈസ് ഇവിടെ റെഡിയാണ്. കണ്ടോ, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന് വെല്ലുന്ന റവ ഫ്രൈസ്. അപ്പൊ പൊട്ടാറ്റോ ഇഷ്ടമില്ലാത്തവർക്ക്, പൊട്ടാറ്റോ പറ്റാത്തവർക്ക് ഒക്കെ ഉണ്ടാക്കി വെക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. റവ ആണ്, എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനമാണ്. 10 മിനിറ്റ് മാക്സിമം, അത്രേ ടൈമും എടുക്കും. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് കൊടുക്കുക. നല്ല ക്രിസ്പി, അതാ നല്ല അടിപൊളിയാണ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതിന്റെ മേലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയോ എന്താണ് നിങ്ങൾ കയ്യിൽ ഇനി പീസന്റെ അങ്ങനെ എന്തെങ്കിലും ഹെർബ്സ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇടാം. നമ്മള് പൂള ചിപ്സിലൊക്കെ കപ്പ ചിപ്സിലൊക്കെ മുളക് പൊടി ഇടൂലേ, അതുപോലെ അങ്ങനെ ഇടാം. ഞാനിപ്പോ ഇതാ ഇത്തിരി കെച്ചപ്പും മയണൈസും ഒരു സോസാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പൊ വെറുതെ ഉപ്പുമാവൊക്കെ വെക്കുന്ന റവ വെച്ചിട്ട് ഇത്രയും നല്ലൊരു ഫ്രൈസ് ഉണ്ടാക്കാം നിങ്ങൾക്ക്. അപ്പൊ എല്ലാരും കണ്ടല്ലോ. അപ്പൊ തീർച്ചയായും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.